ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറായിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് ടൈറ്റായിട്ട് ഒട്ടലൊന്നും ഇല്ലാതെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. വെള്ളം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ മതി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു ഒട്ടുന്ന പരുവത്തിൽ കിട്ടും. അപ്പോൾ ഒട്ടലൊന്നുമില്ലാതെ നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ആ ഒരു വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു രണ്ടായിട്ട് ഈ ഒരു 1/2 കപ്പ് മാവല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ 2 ഉരുളയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലകയിൽ കുറച്ച് ആട്ടപ്പൊടി, അതായത് നമ്മുടെ എടുത്തിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എന്നാലുള്ള നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തി പരത്തിയാൽ നല്ല റൗണ്ടായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല റൗണ്ടിൽ കിട്ടും. അതുപോലെയാണ് എൻ്റെ ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം റൗണ്ടായി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റൗണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വീതി കുറച്ചിട്ട് കഴിയുന്നതും വീതി കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളം കൂടി പോകാത്തൊരു മാവായതുകൊണ്ട് അങ്ങനെ ഒട്ടി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ഒരുപാട് നീളത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു നടുക്ക് വരുന്നിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പോൾ അത് ഞാൻ നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിയൊന്നും പിടിക്കാത്ത, നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എന്നാലുള്ളൂ ഇതുപോലെ നല്ല ഒട്ടി പിടിക്കാത്ത ഒരു സ്ട്രിപ്പായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഉരുളയും പരത്തിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രിപ്സ് എല്ലാം ഈ ഒരു നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് വെന്ത് വരും. തമ്മിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. എല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനൊരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒരു 2-3 തിള നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഉരുളയും പരത്തിയിട്ട് ഞാൻ ഇതുപോലെ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് ഇതേ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഊറ്റി വെക്കാം.
അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ പതുക്കെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം, ഒരു 1/4 ഭാഗം കുക്കായി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിയുടെ കടിയും അതുപോലെ ആ ഒരു തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് കുക്കായി വന്ന് വെള്ളം വറ്റിയതിന് ശേഷം വേണം നമ്മൾ മുട്ടയൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതാ മുട്ട ഒരു 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ, ഇതിലുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ മുട്ടയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇതിലുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുട്ടയൊക്കെ ഞാൻ എന്താ ഇതുപോലെ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയില്ലാതെ ഹെൽത്തി ആയിട്ട്, കുറേ കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഇതിൻ്റെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വറ്റി തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു മസാല ആ ഒരു വെള്ളത്തിൽ കിടന്ന് തിളക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് മാഗി എക്സ്ട്രാ ടേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലുള്ള നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 ഭാഗം ഇല്ല, ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയും മസാലയൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പിൻ്റെ നൂഡിൽസ് ഉണ്ടല്ലോ, നൂഡിൽസ് ഏകദേശം ഒരു നൂഡിൽസിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് ഓയിലില്ല, എന്നാൽ നമുക്കിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം അല്ലേ. എല്ലാ മസാലയും ചേർന്നിട്ടുള്ള ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ചിലവർക്ക് ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു സ്വീറ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർന്നതാവും കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്